ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരി ഓം. അതെ, തുടങ്ങിയിട്ടുണ്ട്. ഓം ഗണപതേ നമ. വന്ദിച്ച പൊങ്കലശമൊന്നു തടിച്ചു നീണ്ട തുമ്പിക്കരത്തിലതിശാന്തതയോടുമേന്തി കുംഭിപ്രവീര മുഖകുംഭ കുലുക്കി വന്നൻ മുമ്പിൽ കളിച്ച ഗണാധിപ കൈതൊഴുന്നേ. ഓം സംസരസ്വതി നമ. മാണിക്യ വീണാം മുവലാളയന്തീം മദാലസാ മഞ്ജുള വാഗ്വിലാസാ മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീം മാതംഗ കന്യാം മനസാ സ്മരാമി. ഓം ഗുരുഭ്യോ നമ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്നേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഓം ശ്രീമദ് ഭാഗവത ഗീത ധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഹരി ഓം. ധ്യാനിക്കുന്നു ഞാനമ്മേ ഭഗവദ്ഗീതേ 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാം അക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്ര പാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്നന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷदैः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ? മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ? പരമാനന്ദത്തിൻ ഉറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ? വേദാംഗങ്ങൾ, പദക്രമങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്തു വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ? യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടി ഉറപ്പിച്ചാരെ കാണുന്നുവോ? ദേവാസുരഗണങ്ങളാരുടെ മഹിമയറിയുന്നില്ലയോ? ആ ദേവദേവനായിതാ നമസ്കാരം, എൻ വന്ദനം. ഭഗവത്ഗീത 5-ാം അധ്യായം ജ്ഞാനയോഗം 13-ാം ശ്ലോകം. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. ഇന്ദ്രിയ മനോബുദ്ധികളെ സമ്യക്കായി നിയന്ത്രിച്ചവൻ സർവകർമ്മങ്ങളെയും മനസ്സാൽ സംത്യജിക്കുന്നു.
9 ദ്വാരങ്ങളുള്ളതാം സ്വദേഹത്തിലാ സാധകൻ സുഖിയായിരിക്കുന്നു, ഒന്നുമേ ചെയ്യാതെ ചെയ്യിക്കാതെയും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ തന്നെ ദേഹമനോബുദ്ധികളെ ബാധിക്കും വിവേകഹീന ചോദനകൾ തീരെ ഉപേക്ഷിക്കുന്ന സന്യാസി സുഖമായി കഴിയുന്നു. നിസ്സംഗഭാവത്തിൽ ദേഹമാം കോട്ടയിൽ സസുഖം വാഴുന്നു. ഇന്ദ്രിയ മനോബുദ്ധികളെ സമ്യക്കായി നിയന്ത്രിച്ചവൻ സർവകർമ്മങ്ങളെയും മനസ്സാൽ സംത്യജിക്കുന്നു. 9 ദ്വാരങ്ങളുള്ളതാം സ്വദേഹത്തിലാ സാധകൻ സുഖിയായിരിക്കുന്നു, ഒന്നുമേ ചെയ്യാതെ ചെയ്യിക്കാതെയും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ തന്നെ ദേഹമനോബുദ്ധികളെ ബാധിക്കും വിവേകഹീന ചോദനകൾ തീരെ ഉപേക്ഷിക്കുന്ന സന്യാസി സുഖമായി കഴിയുന്നു. നിസ്സംഗഭാവത്തിൽ ദേഹമാം കോട്ടയിൽ സസുഖം വാഴുന്നു. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. കർത്തൃത്വഭാവവും കർമ്മങ്ങളും കർമ്മഫല സംയോഗവും ഒന്നും ഈ ലോകത്തിൽ ഈശ്വരൻ സൃഷ്ടിക്കുന്നതില്ല. എല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും പ്രകൃതി തന്നെയാം. ഈശ്വരനില്ലാ കർമ്മവും കർത്തൃത്വ ഭോക്തൃത്വഭാവങ്ങളും കർമ്മങ്ങളെ ഈശ്വരൻ നിരീക്ഷിച്ചു കണക്ക് വയ്ക്കുന്നുമില്ല. പരമാത്മാവിൻ സാന്നിധ്യമാത്രം കൊണ്ടു ജീവൻ സ്വയം വാസനാനുസാരം കർമ്മങ്ങൾ ചെയ്യുന്നു, ഫലങ്ങൾ ഭുജിക്കുന്നു. കർത്തൃത്വഭാവവും കർമ്മങ്ങളും കർമ്മഫല സംയോഗവും ഒന്നും ഈ ലോകത്തിൽ ഈശ്വരൻ സൃഷ്ടിക്കുന്നതില്ല. എല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും പ്രകൃതി തന്നെയാം. ഈശ്വരനില്ലാ കർമ്മവും കർത്തൃത്വ ഭോക്തൃത്വഭാവങ്ങളും കർമ്മഫലങ്ങളെ ഈശ്വരൻ നിരീക്ഷിച്ചു കണക്കു വയ്ക്കുന്നുമില്ല. പരമാത്മാവിൻ സാന്നിധ്യമാത്രം കൊണ്ട് ജീവൻ സ്വയം വാസനാനുസാരം കർമ്മങ്ങൾ ചെയ്യുന്നു, ഫലങ്ങൾ ഭുജിക്കുന്നു. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുഹൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. എല്ലായിടവും നിറഞ്ഞു വിളങ്ങും പരമാത്മാവ് ആരുടെയും പാപങ്ങളെ ഏറ്റെടുക്കുന്നില്ല, പുണ്യത്തെ സ്വീകരിക്കുന്നുമില്ല. പുണ്യപാപക്കണക്കുകൾ സൂക്ഷിച്ചും ശിഷ്ടരക്ഷണം ചെയ്തും ദുഷ്ടനിഗ്രഹം ചെയ്തും ഒരു ഈശ്വരൻ നിലകൊള്ളുന്നില്ലെവിടെയും. ഈശ്വരൻ ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു എന്നതെല്ലാം പുരാണകൃതം. സർവത്തിനും ഉണ്മയാം പരമാത്മാവിനില്ല ചെയ്യാൻ ഒരു കർമ്മവും. അജ്ഞാനം ജ്ഞാനത്തെ മറയ്ക്കവേ മോഹിതരാവുന്നു ജീവികൾ. അജ്ഞാനത്തിൻ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ഏകനാം ഈശ്വരൻ പലതായി ജീവനും ജഗത്തുമായി വേറിട്ടു കാണുന്നു. ജ്ഞാനദൃഷ്ടിയിൽ ആത്മാവ് ഒന്നുമാത്രം. നാനാത്വഭാവഭേദങ്ങൾ അജ്ഞാനജന്യം. ജ്ഞാനപ്രകാശം അജ്ഞാനാന്ധകാരമകറ്റുന്നു. എല്ലായിടവും നിറഞ്ഞു വിളങ്ങും പരമാത്മാവ് ആരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുന്നില്ല, പുണ്യത്തെ സ്വീകരിക്കുന്നുമില്ല. പുണ്യപാപക്കണക്കുകൾ സൂക്ഷിച്ചും ശിഷ്ടരക്ഷണം ചെയ്തും ദുഷ്ടനിഗ്രഹം ചെയ്തും ഒരു ഈശ്വരൻ നിലകൊള്ളുന്നില്ലെവിടെയും. ഈശ്വരൻ ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു എന്നതെല്ലാം പുരാണകൃതം. സർവത്തിനും ഉണ്മയാം പരമാത്മാവിനില്ല ചെയ്യാനൊരു കർമ്മവും. അജ്ഞാനം ജ്ഞാനത്തെ മറയ്ക്കവേ മോഹിതരാവുന്നു ജീവികൾ. അജ്ഞാനത്തിൻ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ഏകനാമീശ്വരൻ പലതായി ജീവനും ജഗത്തുമായി വേറിട്ടു കാണുന്നു.
ജ്ഞാനദൃഷ്ടിയിൽ ആത്മാവൊന്നു മാത്രം, നാനാത്വഭാവഭേദങ്ങൾ അജ്ഞാനജന്യം. ജ്ഞാനപ്രകാശം അജ്ഞാനാന്ധകാരമകറ്റുന്നു. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. അജ്ഞാനമേഘപടലം ഹൃദയാകാശത്തിലെ ജ്ഞാനസൂര്യനെ മറയ്ക്കുന്നു. മേഘം നീങ്ങുമ്പോൾ ആകാശത്ത് സൂര്യൻ തെളിഞ്ഞു കാണുന്ന പോൽ ജ്ഞാനം അജ്ഞാനത്തെ നീക്കി പരമാത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ആത്മജ്ഞാനം കൊണ്ടാരുടെ അജ്ഞാനമില്ലാതെയാകുന്നുവോ? കർത്തൃത്വാഭിമാനവും ഭോക്തൃത്വാഭിമാനവും അവരിൽ ഇല്ലാതെയാകുന്നു. മേഘാവൃതമാകാശം സൂര്യനെ മറയ്ക്കുന്നതായി അറിയുന്നതും, മേഘം മാറുമ്പോൾ സൂര്യനെ കാണുന്നതും സൂര്യപ്രഭയിൽ തന്നെയാം. അജ്ഞാനമേഘപടലം ഹൃദയാകാശത്തിലെ ജ്ഞാനസൂര്യനെ മറയ്ക്കുന്നു. മേഘം നീങ്ങുമ്പോൾ ആകാശത്ത് സൂര്യൻ തെളിഞ്ഞു കാണുന്ന പോൽ ജ്ഞാനം അജ്ഞാനത്തെ നീക്കി പരമാത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ആത്മജ്ഞാനം കൊണ്ടാരുടെ അജ്ഞാനമില്ലാതെയാകുന്നുവോ? കർത്തൃത്വാഭിമാനവും ഭോക്തൃത്വാഭിമാനവും അവരിൽ ഇല്ലാതെയാകുന്നു. മേഘാവൃതമാം ആകാശം സൂര്യനെ മറയ്ക്കുന്നതായി അറിയുന്നതും, മേഘം മാറുമ്പോൾ സൂര്യനെ കാണുന്നതും സൂര്യപ്രഭയിൽ തന്നെയാം. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. ആരുടെ ബുദ്ധി പരമാത്മാവിൽ പൂർണ്ണമായും ആമഗ്നമായിരിക്കുന്നു, ആരാണോ പൂർണ്ണമായതുമായി താദാത്മ്യം പൂണ്ടിരിക്കുന്നു, ആരാണോ പരമാത്മാവിൽ പൂർണ്ണനിഷ്ഠനായി അതുമാത്രം തന്റെ ലക്ഷ്യമായി കരുതി നിലകൊള്ളുന്നു, ആ യോഗിവര്യൻ ആത്മജ്ഞാനത്താൽ സ്വയം ശുദ്ധനായി പാപരഹിതനായി ഇനിയൊരിക്കലും ആവർത്തിക്കേണ്ടതില്ലാത്തതാം പരമപദത്തെ പ്രാപിച്ചിടുന്നു. അധ്യയനം ചെയ്യുമറിവായുള്ളിൽ ആത്മവിദ്യ പതിഞ്ഞെന്നാൽ, മനനം ചെയ്തത് സത്യമെന്നുറപ്പും വന്നുവെന്നാൽ, നിഷ്ഠയിൽ അനുഷ്ഠാനത്തിലൂടെയത് സ്വാനുഭവമാക്കി സഫലമാക്കാം. ഏവം ആത്മസാക്ഷാത്കാരം പ്രാപിച്ച സാധകർക്കിനിയില്ല വാസനാബദ്ധമായി തീർന്നിടും അഹന്തയും അജ്ഞാനവും. ആരുടെ ബുദ്ധി പരമാത്മാവിൽ പൂർണ്ണമായും ആമഗ്നമായിരിക്കുന്നു, ആരാണോ പൂർണ്ണമായതുമായി താദാത്മ്യം പൂണ്ടിരിക്കുന്നു, ആരാണോ പരമാത്മാവിൽ പൂർണ്ണനിഷ്ഠനായി അതുമാത്രം തന്റെ ലക്ഷ്യമായി കരുതി നിലകൊള്ളുന്നു, ആ യോഗിവര്യൻ ആത്മജ്ഞാനത്താൽ സ്വയം ശുദ്ധനായി പാപരഹിതനായി ഇനി ഒരിക്കലും ആവർത്തിക്കേണ്ടതില്ലാത്തതാം പരമപദത്തെ പ്രാപിച്ചിടുന്നു. അധ്യയനം ചെയ്യുമറിവായുള്ളിൽ ആത്മവിദ്യ പതിഞ്ഞെന്നാൽ, മനനം ചെയ്തത് സത്യമെന്നുറപ്പും വന്നുവെന്നാൽ, നിഷ്ഠയിൽ അനുഷ്ഠാനത്തിലൂടെയത് സ്വാനുഭവമാക്കി സഫലമാക്കാം. ഏവം ആത്മസാക്ഷാത്കാരം പ്രാപിച്ച സാധകർക്കിനിയില്ല വാസനാബദ്ധമായി തീർന്നിടും അഹന്തയും അജ്ഞാനവും. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേ ച പണ്ഡിതാഃ സമദർശിനഃ. വിദ്യാവിനയ സമ്പന്നനാം ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായയിലും നായയെ തിന്നുന്നവനിലും സമദർശികളായ പണ്ഡിതർ ആത്മജ്ഞാനികൾ ഒരേ ആത്മാവിനെ കാണുന്നു സർവം ബ്രഹ്മമയമായി. സമുദ്രത്തെ ജലമായറിഞ്ഞവൻ അലകളെയും ജലമായറിയുമ്പോൾ, ആഭരണത്തിലെ സ്വർണവും മൺകുടത്തിലെ മണ്ണും അവനറിയുന്നു. ദേഹമനോബുദ്ധികളിൽ വ്യത്യസ്തമായുള്ളതാമെന്തിലുമേതിലും
ഒരേയൊരു പരമ്പൊരുളാം ഉണ്മയെ കാണുന്നു സമദർശികൾ. വിദ്യാവിനയ സമ്പന്നനാം ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായയിലും നായെ തിന്നുന്നവനിലും സമദർശികളായ പണ്ഡിതർ ആത്മജ്ഞാനികൾ ഒരേ ആത്മാവിനെ കാണുന്നു സർവം ബ്രഹ്മമയമായി. സമുദ്രത്തെ ജലമായറിഞ്ഞവൻ അലകളെയും ജലമായറിയും പോലെ ആഭരണത്തിലെ സ്വർണവും മൺകുടത്തിലെ മണ്ണും അവനറിയുന്നു. ദേഹമനോബുദ്ധികളിൽ വ്യത്യസ്തമായുള്ളതാം എന്തിലുമേതിലും ഒരേയൊരു പരമ്പൊരുളാം ഉണ്മയെ കാണുന്നു സമദർശികൾ. ഇഹൈവ തൈർജിതഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഏവം സമാവസ്ഥയിൽ ആരുടെ മനസ്സുറച്ചിരിക്കുന്നുവോ അവർ സൃഷ്ടിയാം സംസാരത്തെ ഇവിടെ ഈ ജന്മത്തിൽ ജയിച്ചിരിക്കുന്നു. അവർക്കിനിയില്ല ജന്മസംസാര ബന്ധനം. ബ്രഹ്മം ദോഷരഹിതം സമം എന്തിലും ഏതിലും എല്ലായിടവും. അതിനാൽ സമദർശികൾ ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നു. യോഗിയിൽ ചിത്തവൃത്തികളൊടുങ്ങുമ്പോൾ മനസ്സൊടുങ്ങുന്നു. പരമാത്മാവിനു പ്രതിബിംബിച്ചു ജീവാത്മാവായി ഇളകുവാൻ മനസ്സില്ലാത്തതിനാൽ ജീവന്റെ ജീവഭാവം ഇല്ലാതെയാകുന്നു. ജീവന്റെ അനുഭവമണ്ഡലമാകും സംസാരമില്ലാതെയാവുന്നു. ജീവാത്മാവ് പരമാത്മാവാകുന്നു. അലകൾ കടലെന്ന പോലെ അലകളും കടലുമൊന്ന്, ജീവാത്മാവും പരമാത്മാവും തഥൈവ. ഏവം സമാവസ്ഥയിൽ ആരുടെ മനസ്സുറച്ചിരിക്കുന്നുവോ അവർ സൃഷ്ടിയാം സംസാരത്തെ ഇവിടെ ഈ ജന്മത്തിൽ ജയിച്ചിരിക്കുന്നു. അവർക്കിനിയില്ല ജന്മസംസാര ബന്ധനം. ബ്രഹ്മം ദോഷരഹിതം സമം എന്തിലുമേതിലുമെല്ലാടവും. അതിനാൽ സമദർശികൾ ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നു. യോഗിയിൽ ചിത്തവൃത്തികളൊടുങ്ങുമ്പോൾ മനസ്സൊടുങ്ങുന്നു. പരമാത്മാവിനു പ്രതിബിംബിച്ചു ജീവാത്മാവായി ഇളകുവാൻ മനസ്സില്ലാത്തതിനാൽ ജീവന്റെ ജീവഭാവമില്ലാതെയാകുന്നു. ജീവന്റെ അനുഭവമണ്ഡലമാകും സംസാരമില്ലാതെയാവുന്നു. ജീവാത്മാവ് പരമാത്മാവാവുന്നു. അലകൾ കടലെന്ന പോലെ അലകളും കടലുമൊന്ന്, ജീവാത്മാവും പരമാത്മാവും തഥൈവ. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോ ദ്വിജേത് പ്രാപ്യ ച പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. പ്രിയാപ്രിയങ്ങളിൽ ഇളകാ സ്ഥിരബുദ്ധിയോടെ ബ്രഹ്മജ്ഞാനത്തിൽ ഉറച്ച് വ്യാമോഹങ്ങളെല്ലാം ഒടുങ്ങി ശാന്തനായവൻ ഇഷ്ടവസ്തു ലാഭത്തിൽ സന്തോഷിക്കുന്നതില്ല. അനിഷ്ടവസ്തു കിട്ടുന്നതിൽ സന്തപിക്കുന്നുമില്ല. മനോനിഗ്രഹം വന്നവരാം ബ്രഹ്മജ്ഞാനികൾക്കില്ല മമതാബന്ധനം. സിദ്ധപുരുഷൻ എല്ലാം ബ്രഹ്മമെന്നറിഞ്ഞക്ഷോഭ്യനായിരിക്കുന്നു. ജീവൻ മുക്തനാം ബ്രഹ്മജ്ഞാനി ബ്രഹ്മവുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. പ്രിയാപ്രിയങ്ങളിൽ ഇളകാ സ്ഥിരബുദ്ധിയോടെ ബ്രഹ്മജ്ഞാനത്തിൽ ഉറച്ചു വ്യാമോഹങ്ങളെല്ലാം ഒടുങ്ങി ശാന്തനായവൻ ഇഷ്ടവസ്തു ലാഭത്തിൽ സന്തോഷിക്കുന്നതില്ല. അനിഷ്ടവസ്തു കിട്ടുന്നതിൽ സന്തപിക്കുന്നുമില്ല. മനോനിഗ്രഹം വന്നവരാം ബ്രഹ്മജ്ഞാനികൾക്കില്ല മമതാബന്ധനം. സിദ്ധപുരുഷൻ എല്ലാം ബ്രഹ്മമെന്നറിഞ്ഞക്ഷോഭ്യനായിരിക്കുന്നു. ജീവൻ മുക്തനാം ബ്രഹ്മജ്ഞാനി ബ്രഹ്മവുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയ്യമശ്നുതേ. ഇന്ദ്രിയാനുഭവങ്ങളാം ബാഹ്യവിഷയങ്ങളിൽ ആസക്തിയില്ലാത്ത മനസ്സുമായവർ അന്തരാത്മാവിൽ സ്വയം ആനന്ദം കണ്ടെത്തുന്നു. മനോബുദ്ധികൾ
ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കാതെ നിഷ്ഠരായി ജ്ഞാനികൾ പരിശീലനത്താൽ അവയെ പരമാത്മാവിൽ ഉറപ്പിച്ച് ബ്രഹ്മധ്യാനത്തിലമഗ്നരായി അക്ഷയാനന്ദമനുഭവിക്കുന്നു. ഇന്ദ്രിയാനുഭവങ്ങളാം ബാഹ്യവിഷയങ്ങളിൽ ആസക്തിയില്ലാത്ത മനസ്സുമായവർ അന്തരാത്മാവിൽ സ്വയം ആനന്ദം കണ്ടെത്തുന്നു. മനോബുദ്ധികൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കാതെ നിഷ്ഠരായി ജ്ഞാനികൾ പരിശീലനത്താൽ അവയെ പരമാത്മാവിൽ ഉറപ്പിച്ച് ബ്രഹ്മധ്യാനത്തിലാമഗ്നരായി അക്ഷയാനന്ദമനുഭവിക്കുന്നു. ये हि संस्पर्शजा भोगा दुःखयोनय एव ते आद्यन्तवन्तः कौन्तेय न तेषु रमते बुधः. വിഷയസമ്പർക്ക സുഖങ്ങൾ ദുഃഖത്തിനുറവിടങ്ങളാണ് അർജുന. അവയ്ക്കുണ്ട് ആദിയും അന്ത്യവും, വിവേകിയതിൽ രമിക്കില്ല തെല്ലും. വിഷയസുഖങ്ങൾ കേവലം നശ്വരങ്ങൾ, ജ്ഞാനിക്കില്ല ഭ്രമമതിൽ. ആത്മാരാമന്മാർക്കു കിട്ടുന്നു ശാശ്വതമാം പരിപൂർണ സുഖം. വിഷയസമ്പർക്ക സുഖങ്ങൾ ദുഃഖത്തിനുറവിടങ്ങളാണ് അർജുന. അവയ്ക്കുണ്ട് ആദിയും അന്ത്യവും, വിവേകിയതിൽ രമിക്കില്ല തെല്ലും. വിഷയസുഖങ്ങൾ കേവലം നശ്വരങ്ങൾ, ജ്ഞാനിക്കില്ല ഭ്രമമതിൽ. ആത്മാരാമന്മാർക്കു കിട്ടുന്നു ശാശ്വതമാം പരിപൂർണ സുഖം. शक्नोतीहैव यः सोढुं प्राक्शरीरविमोक्षणात् कामक्रोधोद्भवं वेगं स युक्तः स सुखी नरः. ആരൊരാൾ ദേഹമുപേക്ഷിക്കും മുൻപേ ഇഹജന്മത്തിൽ കാമക്രോധങ്ങൾ കൊണ്ടുണ്ടാവും ക്ഷോഭം നിയന്ത്രിക്കുവാൻ ശക്തനാകുന്നുവോ, യോഗിയും സുഖിയുമാണയാൾ നിശ്ചയം. വിഷയങ്ങളിലെ കാമം പ്രാപ്യമാകാഞ്ഞാൽ അതിൻ നിരാശ ക്ഷോഭമായി പ്രകടമാവുന്നു സംസാരികളിൽ. എന്നാൽ സമചിത്തനാം യോഗിക്കില്ല കാമമൊന്നിലും. അതിനാലയാൾ ക്ഷോഭവീതനാം യോഗിയാകുന്നു, സുഖിയും ജീവൻ മുക്തനും. ആരൊരാൾ ദേഹമുപേക്ഷിക്കും മുൻപേ ഇഹജന്മത്തിൽ കാമക്രോധങ്ങൾ കൊണ്ടുണ്ടാവും ക്ഷോഭം നിയന്ത്രിക്കുവാൻ ശക്തനാകുന്നുവോ, യോഗിയും സുഖിയുമാണയാൾ നിശ്ചയം. വിഷയങ്ങളിലെ കാമം പ്രാപ്യമാകാഞ്ഞാൽ നിരാശ ക്ഷോഭമായി പ്രകടമാവുന്നു സംസാരികളിൽ. എന്നാൽ സമചിത്തനാം യോഗിക്കില്ല കാമമൊന്നിലും. അതിനാലയാൾ ക്ഷോഭവീതനാം യോഗിയാകുന്നു, സുഖിയും ജീവൻ മുക്തനും. योऽन्तः सुखोऽन्तरारामः तथान्तर्ज्योतिरेव यः स योगी ब्रह्मनिर्वाणं ब्रह्मभूतोऽधिगच्छति. ആരൊരാൾ സ്വയമുള്ളിൽ സുഖം കണ്ടെത്തുന്നുവോ, സദാ അന്തരാത്മാവിൽ തന്നെ രമിക്കുകയും ചെയ്യുന്നുവോ, ആർക്കുള്ളിൽ ആത്മജ്ഞാനം പ്രോജ്വലമാവുന്നുവോ, അയാൾ സ്വയമേവ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. പ്രശാന്തനായി ബ്രഹ്മം തന്നെയാം മോക്ഷപദമണയുന്നു. ബാഹ്യമാം വിഷയങ്ങളിൽ സുഖം തേടുന്നില്ല യോഗി. അന്തരാത്മനാ സ്വസ്വരൂപമറിയുന്ന യോഗി അനന്തമാനന്ദത്തിൽ ആമഗ്നനാവുന്നു. അറിവിന്റെ സൂര്യൻ സദാ പ്രകാശിക്കുമ്പോൾ അന്ധകാരം നിലനിൽക്കുവതെങ്ങിനെ? സ്വയം ബ്രഹ്മമായവൻ ബ്രഹ്മാനന്ദത്തിൽ ആമഗ്നനാവുന്നു. ആരൊരാൾ സ്വയമുള്ളിൽ സുഖം കണ്ടെത്തുന്നുവോ, സദാ അന്തരാത്മാവിൽ തന്നെ രമിക്കുകയും ചെയ്യുന്നുവോ, ആർക്കുള്ളിൽ ആത്മജ്ഞാനം പ്രോജ്വലമാവുന്നുവോ, അയാൾ സ്വയമേവ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. പ്രശാന്തനായി ബ്രഹ്മം തന്നെയാം മോക്ഷപദമണയുന്നു. ബാഹ്യമാം വിഷയങ്ങളിൽ സുഖം തേടുന്നില്ല യോഗി. അന്തരാത്മനാ സ്വസ്വരൂപമറിയുന്ന യോഗി
അനന്തമാമാനന്ദത്തിൽ അമഗ്നനാവുന്നു. അറിവിന്റെ സൂര്യൻ സദാ പ്രകാശിക്കുമ്പോൾ അന്ധകാരം നിലനിൽക്കുവതെങ്ങിനെ? സ്വയം ബ്രഹ്മമായവൻ ബ്രഹ്മാനന്ദത്തിൽ അമഗ്നനാവുന്നു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഇനി നമുക്ക് ഇത് ഇപ്പം നിർത്താൻ, മറ്റത് മുഴുവൻ ആക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ചേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ചെറിയൊരു നമ്മുടെ ചിന്തകളെ ഒന്ന് ഷാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുണ്യപാപങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഒരു ഈശ്വരനും അവിടെ ഇരിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചിന്തകളെ ഒന്ന് ഉലയ്ക്കുന്ന രീതിയിലുള്ള കാര്യം പറയുന്നുണ്ട്. ഈശ്വരൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നു, അതൊക്കെ പുരാണ കഥകളിൽ കാണും. പക്ഷെ വേദാന്ത ദൃഷ്ടിയിൽ അതൊന്നും ഇല്ല. കാരണം ഒട്ടും ഇളകാത്ത ഒരു സംഗതിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു കാര്യം ഇതിനകത്ത് വളരെ ഇതായിട്ട് പിന്നെ അത് പാരമാർത്ഥ്യം ഇതിനകത്ത് പുരാണങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് പക്ഷെ വേറൊരു തലത്തിൽ നിന്ന് ചിന്തിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് ശരിയാണ്. നമ്മൾ ഈ സാധാരണ രീതിയിൽ ജീവിക്കുന്നവർക്ക് ആ തലത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. പുരാണങ്ങളും എല്ലാം പരമാർത്ഥമല്ല, ഇത് മുഴുവൻ കഥയാണെന്നുള്ളത് പറയാൻ നമുക്ക് അതിനുള്ള അധികാരം ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പുണ്യപാപങ്ങളെ ഒന്നും ഏറ്റെടുക്കാനല്ല പരമാത്മാവ് അവിടെ ഇരിക്കുന്നത് എന്നിട്ട് സാറ് വരികയും ചെയ്തു. സാർ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുന്ന ഞാൻ പറയുന്നത്, നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുഹൃതം വിഭു അജ്ഞേയനാനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. അതായിരുന്നു ഇപ്പൊ അതും കൂടെ ചേർന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോ ഈശ്വരൻ ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു എന്നുള്ള തോന്നലൊന്നും വേണ്ട. പരമാത്മാവിന് അതൊന്നും ഇല്ല എന്ന് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് അത് നമ്മുടെ എല്ലാ സന്ദേഹങ്ങളും ദൂരീകരിച്ചൊരു ഭാഗമാണത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ശക്തരാണ് എന്നുള്ളതാണ്. അതായത് ഇത് എന്താണ്, ഇത് ബ്രഹ്മം തന്നെയാണ് നമ്മളെന്നാണ്. ഇത് വിഭുത്വം, നിത്യമായ വിഭുത്വം നമ്മളിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഭിന്നനായിട്ട് ഒരു ഈശ്വരൻ വേണോ? വേറൊരു ഈശ്വരൻ ഇല്ലെന്നാണ് പറഞ്ഞതൊക്കെ മുൻപ് പറഞ്ഞതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാത്ത ഒന്നാണിത്. അപ്പൊ ഇത് അർജുനന് തന്നെ ബോധ്യമായത് എങ്ങനെയാണ്, താൻ തന്നെയാണിത് എന്ന് പറയുമ്പോഴാ. അപ്പൊ നമ്മിൽ നിന്ന് വ്യതിരിക്തമായിട്ട് വേറെ ഒരു ഈശ്വരൻ ഇല്ല, നിങ്ങളിൽ തന്നെയാണ് ഈ ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പൊ വിഭുത്വം ഇവിടെ കൊണ്ടുവരികയാണ്. വിഭുത്വം ഇവിടെ കൊണ്ടുവരികയല്ല, വിഭുത്വം നമ്മളിൽ ഉണ്ട് എന്നുള്ള വിവരം നമ്മളോട് പറയുകയാണ് ചെയ്യുക. അപ്പൊ നമ്മളിൽ നിന്ന് വ്യതിരിക്തനായിട്ട് വേറൊരു ഈശ്വരൻ നമ്മുടെ പുണ്യപാപങ്ങൾ ഏറ്റെടുക്കാനില്ല. അതായത് നിങ്ങൾ തന്നെ എന്താണ്, റിലയന്റ് ആണ്, സെൽഫ് റിലയന്റ് ആണ് നിങ്ങൾ തന്നെ, വേറൊന്നിന്റെ ആവശ്യമില്ല എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത്. അത് തന്നെ, അതുകൊണ്ടാണല്ലോ ഏറ്റവും അവസാനം പറയുന്നത് അല്ലെ, ഇതത്തെ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയ വിമർശയിത അശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇത് നീ നന്നായി ചിന്തിക്കുന്നതിനെ പറ്റിയിട്ട് നിനക്ക് ചിന്താശേഷിയും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഏത് വേണമെന്ന് നിർണയിക്കാൻ നീ തന്നെ പര്യാപ്തനാണ്. പണ്ട് ഒരു ആന ഇടഞ്ഞിട്ട് രണ്ടാം പാപ്പാനെ ഉപദ്രവിക്കുകയാണ്, രണ്ടാം പാപ്പാനെ കുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഒന്നാം പാപ്പ അവിടെ മാറി അവിടെ നിൽക്കുകയാണ്. അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതാ അങ്ങ് കാണുന്നില്ലേ ഇത്, അയാളെ ഉപദ്രവിക്കാൻ ഈ ആന നോക്കുന്ന, അയാളെ കുത്തുന്നുണ്ടല്ലോ, കുത്തു കൊള്ളുന്നില്ല ആള്. അപ്പൊ ഈ പാപ്പ അവിടെ ശാന്തനായി നിന്നിട്ട് പറയാണ്, അയാൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് അയാൾക്ക് ചെയ്യാം, അതുകൊണ്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്നാണ്. ഇത് തന്നെയാണ് ഈ പാപ്പാന്റെ നിലപാട് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള മാർഗം ഇവിടെ ഉണ്ട്, നിങ്ങളിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇത് ഏറ്റെടുക്കാൻ വേറൊരു ഈശ്വരന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങളിൽ തന്നെ വിഭുത്വമുണ്ട്, സർവശക്തി നിങ്ങളിലുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. നമ്മളിൽ എന്തുണ്ടാക്കാണ്? ആത്മവിശ്വാസമാണ് നമ്മളിൽ ഉളവാക്കുന്നത്. അല്ലാതെ നമ്മളതിൽ പതറേണ്ട കാര്യം ഒട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോ മയ്യേവ മന ആദത്സ്വ മയി ബുദ്ധി നിവേശയ നിവസിഷ്യസി മയ്യേവ, അല്ലേ? പിന്നെ അതിൽ പരം എന്താണ് സംശയം എന്നുള്ളത്.
ശരി സാർ. ഹരി ഓം. ഹരി ഓം. ഏവർക്കും ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സുസ്വാഗതം. സാർ എത്തിയിട്ടുണ്ട്. സാറിന് പ്രത്യേകം നമസ്കാരം അർപ്പിക്കുന്നു. ഗീതയെപ്പറ്റി നമ്മൾ പറഞ്ഞ ഓരോ ശ്ലോകങ്ങളും മണിക്കൂറുകളോളം വ്യാഖ്യാനം നൽകി കേൾക്കുന്ന ശ്ലോകങ്ങളാണ്. വളരെ വിവരണാത്മകമായി അത് ഒരു മുത്തുച്ചിപ്പിൽ ഒതുക്കുന്ന പോലെ സംക്ഷിപ്തമായി, അതേസമയം ഒരു ശ്ലോകത്തിന്റെ പോലും ഒട്ടും അർത്ഥം വിട്ടുപോകാതെയുള്ള ഈ വ്യാഖ്യാനത്തിന് അസുഖത്തിനുണ്ട് ഏറ്റവും കൂടുതൽ